ഒരു ഡയലോഗ് ഞാൻ പറയാം, അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഉണ്ടെങ്കിൽ അവന്റെ കാവലുണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആരാണ് അവൻ? എന്താ ഒരു എക്സൈറ്റ്മെന്റ്? അല്ല, ഒന്നാം തീയതി കാണാൻ അതെങ്ങനെ ഇപ്പൊ പറയാൻ ഇപ്പൊ ആൾക്കാർ വിചാരിക്കൂലേ ഞാൻ പോടും. അതിന്റെയും ചാക്കൊച്ചന്റെയും മക്കളുടെ കൂടെ അഭിനയിക്കാം. ഞാനിതുവരെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പകരം വെക്കാനുള്ള കാര്യം എന്റെ ഓഡിയൻസിനും ഇപ്പൊ അത്രയും പ്രേമത്തിന്റെ വിശ്വാസവും ഇല്ല. അപ്പൊ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് കാര്യം ലവ് സീനാണെങ്കിലും അത് പറയാൻ പറ്റാത്ത ഭയങ്കര രഹസ്യം അതിന്റെ പുറകിട്ടോ. ഞാൻ പറയട്ടെ, ഒന്നാം തീയതി കാണട്ടെ ആൾക്കാർ. അപ്പൊ പിന്നെ അന്ന് മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഹരികൃഷ്ണനിൽ ആക്ട് ചെയ്തത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ക്ലിയർലി ഡിസൈഡഡ് ഐ ഡോണ്ട് വാണ്ട് ടു ആക്ട്. സ്ട്രഗ്ലിംഗ് എന്താ ചെയ്യേണ്ടത്. ഓ മൈ ഗോഡ്, ആക്ടിങ് ഇസ് സോ ഡിഫിക്കൽട്ട് എന്ന് എനിക്ക് തോന്നിയ ഒരു ഫേസ് ആണ് അത്. ഇപ്പൊ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യുവേഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാട്രിയോട്ട് എന്ന സിനിമയുടെ ടീസറിൽ ഫഹദ് പറയുന്ന ഒരു വരിയുണ്ട്, ഇവർ രണ്ടുപേരും ഇനിയും ഒരുമിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? ബ്ലാസ്റ്റ്. മലയാള സിനിമ ആ വിധത്തിലൊരു ബ്ലാസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ ഒരുമിക്കുന്നു എന്നത് തന്നെയാണ് പാട്രിയോട്ടിൻ്റെ ഏറ്റവും വലിയ പരസ്യം. അതോടൊപ്പം സിനിമയിലെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റാർസ് ഓഫ് പാട്രിയോട്ടും ഈ ഒരു ഇൻ്റർവ്യൂവിൽ ചേരുന്നു. രേവതി മാം, സെറീന, കുഞ്ചാക്കോ ബോബൻ, രാജീവ് മേനോൻ, ദർശന ആൻഡ് വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്ക പല അതർ ഇൻഡസ്ട്രി ആക്ടേഴ്സും പറയാറുണ്ട്, മോളിവുഡിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് സത്യത്തിൽ മോളിവുഡിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അതേപോലെ ലൈവ് ആക്ഷൻ ആനിമേഷൻ മൂവി ഓ ഫാബി, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് മൂവി ഗുരു എന്നൊക്കെ പറയാം. അതേപോലെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 2018 ലോക പോലുള്ള ഒരു ലോകോത്തര നിലവാരമുള്ള സിനിമകൾ അത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ സംഭവിക്കുന്ന മലയാളത്തിൽ മാത്രമായിരിക്കും. അപ്പം മമ്മൂക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ മോളിവുഡിൽ മാത്രം സംഭവിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ബോളിവുഡിലാണ് നമ്മളെ ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ചാറ്റ് ഷോസ് ആരംഭിച്ച് നമ്മളായിരിക്കണം തോന്നുന്നത്. ഇപ്പം എല്ലാവരും ചാറ്റ് ഷോ ചെയ്യുന്നു. ഇത് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണക്കാക്കിയതും കുറച്ചും അതിന് സിനിമ പോലെ തന്നെ ഓഡിയൻസ് ഉണ്ടായതും മലയാളത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഒരുപാട് ചാറ്റ് ഷോസ് ഉണ്ടാവും, ഒരുപാട് ചാറ്റ് താരങ്ങളുണ്ടാവും, ഞങ്ങളെപ്പോലെ കുറേ സ്റ്റാർസ് ഉണ്ട്. അങ്ങനെ സിനിമയിലേക്ക് കയറുന്നവരുണ്ട്, അകത്തും പുറത്തും പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ട്. മലയാളത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, മലയാള സിനിമയിൽ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം മലയാളത്തിൻ്റെ പ്രേക്ഷകർ അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഈ സിനിമയിൽ സംബന്ധിച്ചിടത്തോളം ദ സോ കോൾഡ് സ്റ്റാർഡം ഒട്ടും ഫങ്ഷണലല്ല. ഈ കഥയിൽ കഥാപാത്രങ്ങളായിട്ട് തന്നെ ആണ് അഭിനയിക്കുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല, എല്ലാ ആൾക്കാരും എല്ലാവർക്കും അവരുടെ കഥാപാത്രങ്ങളുണ്ട്, അതിന് ആദ്യന്തം ഉണ്ട്, അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അഭിനയിക്കുന്നു. കഥ കേട്ടിട്ട് മോഹൻലാലിനെ പോലെ ഒരാൾ കഥ കേട്ട് വന്ന് അഭിനയിക്കുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ കഥയല്ല, ഈ കഥാപാത്രം അദ്ദേഹത്തിന് ചേരുന്നുവെന്നോ വളരെ സന്തോഷപൂർവ്വം വന്നതാണ്. അതുപോലെ ഞാനും ഷാക്കോച്ചൻ, ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ കഥയോടും ഈ സിനിമയോടും താല്പര്യമുണ്ടെന്നും ഇങ്ങനെ ഒരു സിനിമയിൽ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും സിനിമയിൽ വന്നതാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞില്ലേ ഇതൊരു എന്റർടൈൻമെന്റ് മീഡിയം ആണ് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പോഴേ, പണ്ട് തുടങ്ങിയപ്പോ ഇപ്പോഴും അതെ, ഇതും നമുക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് ദേവി എയറിലേക്കാണല്ലോ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ്, അതിൽ ഞങ്ങൾ മമ്മൂക്കയെ മിസ് ചെയ്തിട്ടുണ്ട്, മമ്മൂക്ക ഞങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിരിക്കുമോ? ഞാൻ അതുകൊണ്ടല്ലേ ഓടി വന്നത്. അതുകൊണ്ടല്ലേ ഓരോരുത്തരായിട്ട് എല്ലാരെയും കൂടെ ഒന്നിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓ താങ്ക് യു. ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്, ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനാണെങ്കിൽ മഹേഷ് നാരായൺ സാർ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ യു ടെൽ ദ സ്റ്റോറി, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു മേക്ക് ദ സ്റ്റോറി. ഈ മഹേഷ് നാരായൺ എന്ന് പറയുന്ന മേക്കറില് ഇപ്പൊ ആള് തന്നെ പറയായിരുന്നു, ഞാൻ എല്ലാവരും വഴക്ക് പറയും, ഈ കൂട്ടത്തിൽ ഏറ്റവും വഴക്കിട്ടിട്ടുള്ളത് ഫഹദിനോടാണ്, കാരണം പുള്ളിയോടാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആസ് എ മേക്കർ മഹേഷ് നാരായൺ എന്ന് പറയുന്ന ആളെ ഉണ്ടല്ലോ, ആളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ഹിസ് സ്പെഷ്യാലിറ്റീസ്? കൺവിക്ഷനുള്ള ഡയറക്ടറാണ്. അയാൾക്ക് ആവശ്യമുള്ളത് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ചോദിക്കും, വാങ്ങിക്കും, അങ്ങനെയുള്ള സംവിധായകനാണ്.
ഒരു ആക്ടറുടെ കോൺട്രിബ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ പോലെ മമ്മൂക്ക ലാലേട്ടൻ ഇവർ ഒരുമിക്കുന്നതുകൊണ്ടാണോ ഈ ബ്രഹ്മാണ്ടവും ഈ വലുപ്പവും പടത്തിന്, അതോ ഈ കഥ ഇത് ആവശ്യപ്പെടുന്നുണ്ടോ? ഒരുമിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയല്ല, സിനിമ ആണ് ഞങ്ങളെ ഒരുമിച്ചത്. ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേരുന്നതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മധൈര്യം ഉള്ളതുകൊണ്ടുമാണ് ഈ സിനിമയിൽ കണ്ടുവരുന്നത്. ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും നമുക്ക് പരിചയമല്ലെങ്കിലും ഇതെവിടെയെങ്കിലുമൊക്കെ നടന്നേക്കാവുന്നതും നടക്കരുതാത്തതുമായ കഥയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം, ഇതെങ്ങും നടന്ന കഥയല്ല, ഇപ്പോൾ നടക്കുന്ന കഥയുമല്ല, ഒരിക്കലും നടക്കരുതാത്ത കഥയാണ്. മനസ്സിലേക്കാണോ? ഡെഫിനറ്റ്ലി. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നാടിനെ സംബന്ധിക്കുന്നതും നമ്മളെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൂടിയാണ് സിനിമ ചെയ്യുന്നത്. നമ്മളെന്നും ഓരോ വാർത്തകളും ചതിയും പറ്റിക്കൽപ്പെടുന്നത് ദിവസേന കേൾക്കുന്നില്ലേ? അതുപോലെ പലതരത്തിൽ നമ്മളറിയാത്ത, നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള വലിയ ചതികൾ പതിയിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഈ സിനിമ. ചാക്കോച്ച, മഹേഷ് നാരായണൻ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ടേക്ക് ഓഫ്, മാലിക്, സീസൂൾ, അറിയിട്ട് പ്രാപ്തത്തിലും വിളിച്ചിട്ടുണ്ട്. അല്ല, ഞാനല്ല. എല്ലാത്തിലും പ്രേക്ഷകരെ ഇമോഷണലി ലോക്ക് ചെയ്യാം. അത്തരത്തിൽ അത് ഏത് തരം പശ്ചാത്തലത്തിൽ എടുത്താണെങ്കിലും ഏത് സ്കെയിലിൽ എടുത്താണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പാട്രിയോട്ടിൽ അങ്ങനെ പ്രേക്ഷകനെ ഇമോഷണലി ലോക്ക് ചെയ്യുന്ന ഒരു സിനിമയാണോ? തീർച്ചയായിട്ടും അതും അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവത് മഹേഷിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണൽ കോഷ്യൻ്റ് അത് ഏറ്റവും നല്ല രീതിയിൽ ഫോർട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നീഷ്യനാണ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററാണ്. അത് മഹേഷിൻ്റെ സിനിമകളിലൊക്കെ നമുക്ക് ടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഇമോഷണൽ ഫാക്ടറാണ് പുള്ളി അതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ് നാരായൺ സിനിമകളിൽ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് തീർച്ചയായിട്ടും ഫേവറേറ്റിൽ നമുക്ക് വേറൊരു സ്കെയിലിൽ ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രവതി മാം സംവിധാനം ചെയ്തിട്ടുള്ള ഫിർമിലേങ്ക പോലെയുള്ള ചിത്രങ്ങൾ സോഷ്യലി ഒരുപാട് കണക്റ്റ് ആവുന്ന ഫിലിംസ് ആണ്. ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം മാം ആസ് എ ഡയറക്ടർ, ആസ് എ ക്രിയേറ്റർ, മാമിന് ഉള്ള ഈ ഒരു മൂവിയിലെ ഒരു പൊളിറ്റിക്സ് എന്താണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാട്രിയോട്ട് മൂവിയിൽ? ഓക്കെ, ഫസ്റ്റ്ലി ഞാനൊരു ആക്ടറാണ്. സോ ആ ആക്ടറായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറായിട്ട് ഒരു കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ഐ ജസ്റ്റ് കം ആൻഡ് എൻജോയ് മൈസെൽഫ്. എനിക്കൊരു ലക്ഷറി ഫീലിംഗ് ആണ് ആക്ടറായിട്ട് വരുമ്പോൾ. നമ്മൾ പറയുന്നത് കേൾക്കുക, അത് നമ്മൾ നല്ലോണം ചെയ്യുക. മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സോഷ്യലി ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളിൽ നടക്കുന്ന ഒരു കഥയാണ് അത്. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി അറ്റ് ദ മൊമെൻറ്റ്. ആൻഡ് മഹേഷ് എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ട പടങ്ങളെല്ലാം ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിലൂടെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ഓഫ് കോഴ്സ് ദ ക്രിയേറ്റർ, ദ ടെക്നീഷ്യൻ, എവറിത്തിങ് കംസ് ഔട്ട് ഇൻ ദ മൂവി. സോ ഐ ഫീൽ ദാറ്റ് യെസ്, ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് because of technology is great if used well, but if it is misused it can be really bad. So അത് തന്നെയാണ് നമ്മൾ ഈ പടത്തിലും കാണാൻ പോകുന്നത്. and I think I love it. It's very relevant. വിമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങളുടെ വിമൻസ് ക്യാരക്ടർ പോസ്റ്റർ റിലീസായത്. അതിലെ ഓരോ ക്യാരക്ടേഴ്സ് കാണുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നതാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 4 ഹീറോസ് ഒന്നിച്ചെത്തുന്ന പടത്തിനോടൊപ്പം തന്നെ സ്ത്രീ പ്രാധാന്യം എത്രത്തോളം സിനിമയാണ് ഇത്. ഐ തിങ്ക് മരീഷേട്ടൻ്റെ എല്ലാ പടത്തിലും ഭയങ്കര ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും യു നോ ദോസ് പീപ്പിൾ, ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി, അവരുടെ റീസണിങ് ഒക്കെ നമുക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് എ വൺ സീൽ ക്യാരക്ടർ, ദാറ്റ് ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഫിലിം. അപ്പോൾ ഇതിൽ സ്പെസിഫിക്കലി ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. But I think it's Mahesh Nayan's forte. ഇത്രയും ആൾക്കാരെ I think only he could have done justice to. ഞാൻ വായിച്ചപ്പോൾ ആക്ച്വലി ഐ തിങ്ക് ഇനിഷ്യലി വായിക്കുമ്പം കഥ മഹേഷ് നായനോട് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് വാസ് മമ്മൂക്ക ആൻഡ് ഫഹദ് ഉണ്ടെന്നോ അങ്ങനെ അത്രയും ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. സ്ലോലി ന്യൂസിലാണ് ഞാനിങ്ങനെ ഓരോരുത്തരും ഇവരുണ്ട്. സോ ഇറ്റ്സ് റിയലി
എക്സൈറ്റിംഗ് ദാറ്റ് എനിക്ക് ഈ പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതും ഐ ഡിഡ്ന്റ് ഹാവ് സീൻസ് എ ലോട്ട് ചാക്കോ കൂടിയായിരുന്നു മെയിൻലി. സോ ഇറ്റ്സ് വെരി നൈസ്. രാജേഷ് നമസ്കാരം. രാജൻ മേനോൻ എന്നുള്ള ഡയറക്ടറിനെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിനെ മലയാളികൾക്ക് പരിചയമുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തനായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 28 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇതേ ഒരു കൂട്ടുകെട്ടിൽ, അല്ലെങ്കിൽ ചാക്കോച്ചനുണ്ട്, മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഫസിക്കയുടെ മോനുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചില്ല. മഹേഷ് സ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, പക്ഷെ സെറ്റിൽ വന്നപ്പോഴാണ് ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് കുറേ കൊല്ലം മുമ്പിൽ നടന്നതാണെന്ന്. ബട്ട് ഇറ്റ്സ് ഐ ഡോണ്ട് നോ വെദർ ഐ എം വെരി ഹാപ്പി. ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഹരികൃഷ്ണനിൽ ആക്ട് ചെയ്തത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ ക്ലിയർലി ഡിസൈഡഡ് ഐ ഡോണ്ട് വോണ്ട് ടു ആക്ട്. So it's not some kind of a happy swapnam that I have. It was I was struggling, എന്താ ചെയ്യേണ്ട, മൈ ഗോഡ് ആക്ടിങ് ഇസ് സോ ഡിഫിക്കൽട്ട് എനിക്ക് തോന്നിയ ഒരു ഫേസ് ആണ് അത്. പക്ഷേ ഐ തിങ്ക് ദ സ്ക്രിപ്റ്റ് വാസ് വെരി ഇൻട്രിഗിങ്. മഹേഷിൻ്റെ എല്ലാ പടത്തിലും ഈ ക്യാരക്ടേഴ്സ് ഒരുമാതിരി ബിസീജ്ഡാണ്. നമ്മൾ ഈ ലോക്ക്ഡൗണിൽ ആയ മാതിരി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്യാരക്ടേഴ്സ് ഗെറ്റ് ലോക്ക്ഡ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതിൽ ഹി മാനേജ് ടു ഗെറ്റ് ദ പ്രൊട്ടാഗണിസ്റ്റ്, ആൻറ്റഗണിസ്റ്റ്, സൈഡ് ക്യാരക്ടേഴ്സ്, എവ്രിബഡി ഈസ് സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഒരു സർവൈവൽ മോഡിലേക്ക് പോവാണ്. സോ ദാറ്റ് സ്ക്രിപ്റ്റ് വാസ് ഫിനോമിനലി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇതെങ്ങനെയാണ് അയാൾ ചെയ്യാൻ പോണേ, എത്ര ആക്ഷനാണ് ഇത്, ജെയിംസ് ബോണ്ട് മീറ്റ്സ് ത്രില്ലർ മീറ്റ്സ് ബോൺ ഐഡൻറ്റിറ്റി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഒരു ഭയങ്കര സ്കെയിലുള്ള പടം നടക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പാട്ട് കിട്ടുന്നത് തന്നെ, ഇഫ് യു ഗെറ്റ് എ ജൂനിയർ ആർട്ടിസ്റ്റ് റോൾ ഓൾസോ ഇറ്റ്സ് ഓക്കെ. സരീൻ പറഞ്ഞ മാതിരി ഇതെന്താ വരാൻ പോണേ, നമ്മൾ കൊളാവോ, മഹേഷ് ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ പാക്കപ്പ് ചെയ്ത് അയക്കുമോ, ഇതൊക്കെ തോട്ട്സ്. അപ്പം ഇവിടെ ഇരിക്കുന്ന കൊണ്ട് ഞാനും ചിലപ്പോൾ പാസ്സായി എന്നാ തോന്നുന്നത്. സെറീവിനോടാണ് ക്വസ്റ്റ്യൻ. കാരണം പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് സെറീനെ ഈ ഒരു പ്രോജക്റ്റിൽ കാണുന്നതിന്. കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്ത മേ ബി ഒരു 6-7 ഇയേഴ്സിനുള്ളിൽ തന്നെ ഒരു മൾട്ടി സ്റ്റാർ മൂവിയിൽ ഒരു മെയിൻ ക്യാരക്ടർ പോർട്രേ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? കാരണം ചാക്കോച്ചനൊക്കെ ഓൾറെഡി 2020 ആ ഒരു വലിയൊരു ഗ്യാങ്ങിന്റെ കൂടെ എന്തായാലും പെർഫോം ചെയ്ത പല എക്സ്പീരിയൻസ് ഉണ്ട്. അതുക്കും മുന്നാടി ഹരികൃഷ്ണൻ സോട്ട് യെസ്. പക്ഷെ സെറീനെ നോക്കുമ്പോൾ ആ മുഖത്തെ തന്നെ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഹൗ വാസ് യുവർ ജേർണി ത്രൂ ഔട്ട് ദി വർക്കിംഗ് വിത്ത് പാട്രിയോട്ട്? ആദ്യം എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം സെറ്റിലേക്ക് കയറുമ്പോൾ കുറച്ച് ഇന്റിമിഡേറ്റിംഗ് ആയിരുന്നു. കാരണം ഒരു മിസ്റ്റേക്സും ഇല്ലാതെ നമ്മുടെ യു ഹാവ് ടു പുട്ട് യുവർ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്, ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെ ഫസ്റ്റ് ടേക്കിൽ സംഭവിക്കണം എന്ന പ്രഷർ കൊണ്ടാണ് ഞാൻ സെറ്റിലേക്ക് കയറിയത്. പക്ഷെ ആ പ്രഷർ കൊണ്ട് പെർഫോം ചെയ്താൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഇതിലൂടെ ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് സോ മെനി എക്സ്ട്രീംലി ഗുഡ് ടാലന്റഡ് ആക്ടേഴ്സ് ആൻഡ് ദർ ഓൾസോ ഗുഡ് ഹ്യൂമൻ ബീങ്സ്, വളരെ ജനറസ് ആയ കോ ആക്ടേഴ്സും കൂടിയാണ്. സോ യാ, വാട്ട് മോർ കെൻ യു ആസ്ക് ഫോർ? എല്ലാവരോടുമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ അടുത്ത് അവരോടും കൂടെ ഉണ്ടോ? അല്ല, ഇവരില്ല, നിങ്ങളോട് മാത്രം. ഈ അടുത്ത് ബിപിൻ ചന്ദ്രൻ മമ്മൂക്കയെ പറ്റി എഴുതിയ മഹാനടൻ എന്നുള്ളൊരു പുസ്തകം വായിക്കേണ്ടായി. അപ്പം അതിനകത്ത് MT ഇദ്ദേഹത്തെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നായർ സാബ് എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മിലിറ്ററി വാക്ക് ചെയ്ത് നടക്കണമല്ലോ. അപ്പോൾ മമ്മൂക്ക മിലിറ്ററി വാക്ക് ചെയ്ത് നടക്കുന്നത് കണ്ടിട്ട് ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അപ്പോൾ മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇത് ശരിക്കൊന്ന് മിലിറ്ററി വാക്ക് ഒന്ന് എനിക്ക് ശരിക്കും കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇത് കാണിച്ചു കൊടുക്കുകയും പിന്നെ ടേക്കിന് മമ്മൂക്ക ശരിക്കും പ്രോപ്പറായിട്ട് മിലിറ്ററി വാക്ക് നടത്തിയിട്ട് അവിടെയുള്ള പട്ടാളക്കാർ മൊത്തം കൈയടിക്കുകയും ചെയ്തു. അതാണ് മമ്മൂക്കയുടെ അധ്വാനം. സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ അഭിനയത്തെ കണ്ടുപിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ സിനിമാ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ വിജയം എന്നൊക്കെ പറയുന്നത്. എല്ലാ ആക്ടേഴ്സിനോടാണ് ചോദ്യം. ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് വേണം നിങ്ങൾക്ക് പല കാര്യങ്ങളും പിക്ക് ചെയ്യാൻ. ഇപ്പം മമ്മൂക്ക നായർ സാഹിബിന്റെ എക്സാമ്പിൾ അവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എനിക്കൊരു ഇതുണ്ട്, ഞാൻ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഐ ഡയറക്റ്റഡ് മമ്മൂട്ടി ആസ് എ മിലിറ്ററി ഓഫീസർ വിതൗട്ട് എ ലെഗ്. യെസ്, അതിലെന്താ ചെയ്യാന്ന് ഒരു ഫേവറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് ഞാൻ ലെഫ്റ്റ് ഹാൻഡില് അവര് മറന്നുപോകും, ബട്ട് ഹി വിൽ റിമെമ്പർ വിച്ച് ലെഗ് ഇസ് അണ്ടർ തിങ്.
ടെസ്റ്റ് ഫോർ ദി ഈ കാലാണ് ലിംപിന്ന് ഈ കാലാണ് ലിംപിന്ന് നമുക്കറിയാം. ആ പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ചുമ്മാ ഒരു തിറാക്കി ചെയ്യുന്ന പോലെ നമ്മൾ ചോദിക്കും ഈ കാലാണ് ആരാണ് ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ ഇതായിരുന്നല്ലോ. അന്ന് ഇന്നത്തെ പോലെ മറ്റേ ഇതൊന്നും ഇല്ല. കണ്ടിന്യൂഷൻ സ്മോൾ കൊട്ടാൻ വേണ്ടി ആൻഡ് ഈ അത് ഒരു പ്രാവശ്യം 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ പണി. ഈ കാലിന്റെ എക്സ്പ്ലോഷൻ ഒരു ഗൺ ഫൈറ്റ് സീക്വൻസ് അന്ന് റംസാനായി ഹീസ് ഫാസ്റ്റിംഗ് ആൻഡ് ഞങ്ങൾ ഇത് സെറ്റപ്പ് ചെയ്ത് മഴ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി ഷൂട്ടിംഗ് ഒക്കെ ഈ കാല് കുഴിച്ചിട്ട് അപ്പോൾ കാല് മുറിച്ച് പോയിട്ട് ഒരു ഡിച്ചിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഡിഗ് ചെയ്തിട്ട് ആ കാല് വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ മേക്കപ്പ് ഇട്ട കാലിൽ ഹി ഹാസ് ടു സ്ക്രീം ആൻഡ് ഷോ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 1 മണിക്ക് ഇത് തീരുന്നതാണ്. എല്ലാം കറക്റ്റായിരുന്നു, എല്ലാം സെറ്റപ്പ്. പക്ഷേ പമ്പ് ഫോർ ദ റെയിൻ ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഗോയിങ് പാസ്റ്റ് ആൻഡ് ഗോയിങ് ടു 2:30. ഹി സേയിങ് നോ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, എനിവേ ഐ എം നോട്ട് ഈറ്റിംഗ്. And then rest of the unit wants to eat. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഇത് ശീലാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. So he is sitting, we are all eating, and then we are going to finish the last set of shots. അദ്ദേഹം വളരെ കൂളായിരുന്നു ഫിനിഷ് ചെയ്തിട്ട്. Then he took me to his house and he broke fast. കുളിച്ചിട്ട് ഈ ചളിന്നൊക്കെ മാറ്റി had prayed and then we all ate together. അത്രേ ഒരു ഡെഡിക്കേഷനാണ്. വെദർ ഇറ്റ് ഈസ് റംസാൻ ഫാസ്റ്റിംഗ് ഓർ നോട്ട്, ഹി വിൽ do what he has to do. In this film, Mammootty has come back and the whole night he has been dumped in wiping guy and അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു മടുപ്പ് വരും. എല്ലാ ദിവസവും ഒരു ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അത് സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ. ഇതിപ്പോൾ നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ്, നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ഇതൊക്കെ മാറ്റിയിട്ട് ഇത് ചെയ്യണ്ടേ, ഒരു 4 പതിറ്റാണ്ട് ചെയ്യണ്ടേ, എന്താ അതിൻ്റെ ഇന്ധനം? എന്നും ചെയ്യുന്ന ഒരു ജോലിയല്ല. ഓരോ ദിവസവും ഓരോ ആളാണ് ഓരോ സ്ഥലമാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ സുഹൃത്തുക്കളാണ്, എല്ലാം വേറെ വേറെ അല്ലേ. കുറഞ്ഞത് 1 മാസമെങ്കിലും 2 മാസമെങ്കിലും 2 മാസം കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരില്ലേ. അത്രയും വെറൈറ്റി വേറെ ജീവിതത്തിലൊന്നും. ഒരേ ഡെസ്കും ഒരേ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറും ഒരേ സീനും ഒരേ ഫയലും അല്ലല്ലോ. നമ്മുടെ ഓഫീസിലാണെങ്കിൽ തന്നെ ഒരു ഫയൽ 5ഉം 10ഉം മാസം ഇരിക്കുമോ? ഇതുപോലെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് എല്ലാ ദിവസവും പുതിയ ദിവസങ്ങളാണ്, പുതിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കഥാപാത്രം ഒന്നാണെങ്കിലും കഥ ഒന്നാണെങ്കിലും കൂടെ അഭിനയിക്കുന്ന ഒന്നാണെങ്കിലും നമ്മൾ അഭിനയിക്കുന്നത് പുതിയ ദിവസം പുതിയ അഭിനയമാണ്. ഇന്നലെ അഭിനയിച്ച പോലെയല്ല, ഇന്ന് വേറെ അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പുതിയതാണ്. അതായത് നമുക്ക് ഓരോ ഷോട്ട് അഭിനയിക്കുന്നതിന് മുമ്പും ഒരു ടെൻഷനുണ്ട്, ഒരു ബ്ലഡ് പ്രഷർ കയറുന്നുണ്ട്, ഇങ്ങനെ കയറും. അപ്പോൾ ഏത് ഇമോഷനായാലും ശരി, ഈ ബ്ലഡ് പ്രഷർ കയറിയ ഇമോഷൻ ആദ്യം നമ്മൾ മറയ്ക്കണം. നമുക്കുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിലുള്ളത് മറിച്ചിട്ടുള്ള സമയമുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ കഥാപാത്രം ആകുന്നത്. ഈ കഥാപാത്രം ആകുന്നതിനും ഈ ബ്ലഡ് പ്രഷറും ആകുന്നതിനും ഇടയ്ക്കുള്ള ഒരു അഭിനയമാണ് ഏറ്റവും വലിയ അഭിനയം. നമ്മൾ നോർമലാകുക, നമ്മൾ നോർമലായിട്ടല്ലേ അഭിനയിക്കുക. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, നമ്മൾ എക്സംപോറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്ത് സംസാരിക്കും. മറ്റേ അതല്ല, ക്യാമറ ഓടുന്നു, ഇത്ര ആൾക്കാർ നോക്കിയിരിക്കുന്നു, ലൈറ്റ്, കോർട്ടിസ്റ്റ് എല്ലാവരും. ഒരാൾ തെറ്റിച്ചാൽ കുഴപ്പമാവും. ഈ ടെൻഷനൊക്കെ ഉള്ളത് വെച്ചിട്ട് ഇത്ര കൂടായിട്ട് അഭിനയിക്കുന്ന പോലെ തോന്നുന്നത് തന്നെയാണ് ഏറ്റവും വലിയത്. ഒരു 10 കൊല്ലം മുമ്പ് ഈ ഫിലിം റോളിലായിരുന്നല്ലോ ഷൂട്ടിങ്. ആ ഫിലിം റോൾ ഓടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ ദൈവമേ, ഒറ്റ സ്റ്റേക്കിൽ ചെയ്യണേ. ഇപ്പൊ അതില്ല. ബിക്കോസ് ഇപ്പോൾ 3-4 ക്യാമറകളുണ്ടും, ക്യാമറയുടെ ഒരു ശബ്ദവും ഇല്ല, എത്ര ടേക്സ് വേണമെങ്കിലും എടുക്കാം. ആ സൈലൻസ് ഒരു ടെൻഷനാണ്. അത് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചപ്പോൾ PC ശ്രീറാമിന്റെ ഒരു പടമായിരുന്നു. റെഡ് ക്യാമറയില് ശബ്ദമില്ല, ആക്ഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്യാമറയുടെ ശബ്ദം വരില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. This doesn't make noise, രേവതി എന്ന് PC പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. സോ ഡിജിറ്റലിലേക്ക് വന്നപ്പോ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി പീപ്പിൾ ലൈക്ക് അസ്. മുമ്പ് സൈലന്റ് ക്യാമറ ആയിരുന്നു പണ്ടൊക്കെ. ആദ്യം മിച്ചൽ ചാക്കോച്ച, ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന കഥാപാത്രത്തിൽ നിന്ന് മാറ്റി ചെയ്യാന്ന് ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് ഈ ഒന്ന് സിനിമയിൽ ചാക്കോച്ചന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള നടനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചോക്ലേറ്റ് ബോയിൽ നിന്ന് ഇപ്പോഴത്തെ നടനിലേക്കുള്ള ഒരു മാറ്റം ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് പല നടന്മാരെയും ഇൻസ്പയർ ചെയ്തേ ഇരിക്കുന്ന മമ്മൂക്ക തന്നെയാണ്. ഈ ഒരു മാറ്റത്തിന് എങ്ങനെ മമ്മൂക്ക ഇൻസ്പയർ ആയിട്ടുണ്ടാവുക? മമ്മൂക്കൊക്കെയാണ് കോപ്പി റൈറ്റ്. അതിപ്പോൾ മലയാളികൾ
ഇപ്പം എൻ്റെ ജനറേഷൻ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ രണ്ടുപേരും തന്നെ ആവാം. ഞാൻ ഇരിക്കട്ടെ. പറഞ്ഞോട്ടെ. അതിപ്പം ഉദയയുടെ സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള സിനിമയിൽ ലാലേട്ടനുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ നടന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സിനിമയിൽ വന്നതിന് ശേഷം അത് കൂടുതൽ പ്രകടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ രേവതി മാം പറഞ്ഞ പോലെ മമ്മൂക്ക എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേർഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരികയാണ്, ചെയ്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. താങ്ക് യു. ഇവിടെ അടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ടുമാണ്. ഞാൻ രാവിലെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും. പ്രഥമ ശിഷ്യൻ ഇരിക്കുന്ന ശിഷ്യൻ. അല്ല, എനിക്ക് രാജീവേട്ടനോട് വേറെ കാര്യം ചോദിക്കണം. ആഹാ, അങ്ങനെയായിരുന്നു. ക്യാമറ തെറ്റിയ പിന്നെ നമ്മൾ ഹരികൃഷ്ണൻസിൽ ആദ്യം എനിക്കത് കേൾക്കാറുണ്ട്. അതിന് മുമ്പ് ശരിക്കും ഞാൻ കേട്ടറിവിച്ചിട്ടുള്ളതാണ്. റോജ എന്നുള്ള സിനിമയിൽ അരവിന്ദ് സ്വാമി ചേട്ടന് പകരം രാജീവ് മേനോൻ ചേട്ടനെയാണ് സജസ്റ്റ് ചെയ്തത്. അരവിന്ദിന് ടെൻഷനായിട്ട്. അപ്പം അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഹരികൃഷ്ണൻസിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് വീണ്ടും അതേ സെറ്റിൽ വന്നിട്ട് ഇനിയൊക്കെ അഭിനയിക്കൊണ്ട് നമ്മൾ വേണമെന്നായി. അതെന്താ അങ്ങനെ? എന്താ എൻ്റെ കാരണം? അത് ഈ തമിഴിലൊരു ലൈനുണ്ട് വൈരമുത്തുവിടെ, വട്ടം ഒരു വട്ടത്തിൽ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ വന്ന് നിൽക്കണം. ലൂപ്പാണ്. ഇതൊന്നും മാറുന്നില്ല. ഐ തിങ്ക് earlier question about പുതിയ റോൾസ് മമ്മൂക്കയോട് വരുന്നത്, ഐ തിങ്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലസസ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഇസ് ദ ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി. യെസ്, ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി മീൻസ് ഇപ്പോൾ അവർക്ക് വേറെ സ്റ്റോറീസ് കണ്ടുപിടിക്കും. ആൻഡ് ദാറ്റ്സ് വൈ എല്ലാ സ്ഥലത്തും ഇനി സയൻസ് ഫിക്ഷൻ ഉണ്ടാവും, എല്ലാ ടൈപ്സ് ഓഫ് ഫിക്ഷൻ ഇൻ ഒരു ഡിഫോൾട്ട് മോഡായിരുന്നു പ്രേമം. ഐ തിങ്ക് ഓഡിയൻസിനും ഇപ്പം അത്രയും പ്രേമത്തിൻ്റെ വിശ്വാസവും ഇല്ല. ആൻഡ് ഇപ്പോൾ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ. പാട്ടൊന്നും പാടി പറയേണ്ട. ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്. അങ്ങനെ പാടേണ്ട ചാക്കോച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ ചോക്ലേറ്റ് ഇമേജ് മാറാൻ വേണ്ടിട്ട്. അത് സൈക്കോ കില്ലർ ആവുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, കുടിയിൽ വീഴുന്നു, കള്ളനാവുന്നു, കുടിയനാവുന്നു, അങ്ങനെ പല എന്തൊക്കെ ചെയ്തിട്ടും അവസാനം കറങ്ങി തിരിഞ്ഞ് പിന്നെയും ചോക്ലേറ്റ് പോയി. പക്ഷെ ഇത് അതല്ല, ഇത് ഐറ്റം വേറെയാണ്. സിനിമ കാര്യം ലവ് സീനാണെങ്കിലും അത് പറയാൻ പറ്റാത്ത ഭയങ്കര രഹസ്യം അതിന്റെ പുറകിലും സിനിമ കാണുമ്പോൾ ഇത്രയും ശ്രീജനങ്ങളുടെ ഇടയ്ക്ക് താങ്കൾ ഒറ്റയ്ക്കിരിക്കുന്നു. ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. ഏതാണ്ട് ആ ലൈനിലുള്ള പരിപാടിയാണ് എന്റർടൈൻമെന്റ്. ഞാൻ പറയട്ടെ ഒന്നാം തീയതി കാണട്ടെ ആൾക്കാർ. അപ്പൊ പിന്നെ മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, ഇപ്പം മഹേഷ് നാരായണൻ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇതിനു മുൻപ് ദർശനയുടെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ സിനിമകളിലെ ഒരു വേഴ്സറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. ഹീസ് വെരി ഡയറക്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കുറേ സെക്കൻഡ് ഗെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ ആലോചിക്കുന്നപ്പോൾ അതൊന്നും ചെയ്യേണ്ടി വരാറില്ല. മഹേഷ് ഏട്ടൻ മോശമാണെങ്കിൽ മോശം നേരിട്ട് പറയും. അതെങ്ങനെയാണ് നമ്മൾ ഹൗ മെനി എവർ ടേക്സ് വി ഹാവ് ടു ടേക്ക്, നമ്മൾ എന്താ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് അതിലേക്ക് എത്താൻ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിത്ത് സീ യു സൂൺ ആയാലും കുറേ സംഭവിക്കുന്നുണ്ടെങ്കിലും ഫോർ മീ ഐ ഓൾവേസ് ബിൻ എന്താ ഫോക്കസ് ഈ കോർ ഓഫ് ഇമോഷൻസിൽ തന്നെയായിരുന്നു. ആൻഡ് മഹേഷേട്ടൻ്റെ ക്യാരക്ടേഴ്സിലൊക്കെ എനിക്ക് അത് കഥ വായിക്കുമ്പോൾ തന്നെ അത് ഒരു ഗ്രിപ്പ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഹുക്ക് ഭയങ്കര എളുപ്പത്തിൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഇൻ ദിസ് ഫിലിം ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയും ജസ്റ്റ് ഇത്രയും വലിയൊരു സ്റ്റോറി പറയുന്ന ഒരു
I'm glad that I got to be part of taking that story. രേവതി മാം, ആക്ച്വലി ചാക്കോച്ചനെ നമ്മൾ മുന്നേ കുറച്ച് ഇപ്പോൾ ഒരു പടം ഇറങ്ങി, ഒരു ദുരൂഹ സാഹചര്യത്തിലൊക്കെ ഇറങ്ങി. പുള്ളിനെ കാണുമ്പോഴേക്കും നമുക്ക് പേട്രിയോട്ടിന്റെ വിശേഷങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ മൂവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു സീ ഇറ്റ്, യു ഹാവ് ടു ഫീൽ ഇറ്റ്. മേ ബി ദിസ് ഇസ് ഗോണ ബി ദ നെക്സ്റ്റ് ലാൻഡ്മാർക്ക് ഇൻ മലയാളം സിനിമ, അല്ലെങ്കിൽ എൻറ്റയർ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ മനുഷ്യരും നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് യെസ് പറയണമെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഈ ഒരു കഥ മാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പേട്രിയോട്ടിന് മാം യെസ് പറഞ്ഞതിൻ്റെ ആ ഒരു റീസൺ അതെന്താണ്? ഞാൻ മഹേഷിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഹിം ആസ് എ ഫിലിം മേക്കർ. ആൻഡ് എനിക്ക് അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആദ്യം ആക്ച്വലി ഞാൻ പറഞ്ഞു, മഹേഷ് എന്തിനാ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്? കുറച്ച് 3-4 ദിവസങ്ങളേ ഉള്ളൂ, എനിക്ക് കുറേ കൂടി ബെറ്റർ നല്ലൊരു വലിയ ക്യാരക്ടർ തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചതാണ് ആദ്യം. പിന്നെ അഫ്കോഴ്സ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു വലിയ ക്യാരക്ടർ തരുന്നു. അപ്പോൾ പിന്നെ മഹേഷ് പറഞ്ഞു, അല്ല ഐ ഫീൽ ചേച്ചി ഇതിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ബട്ട് ഐ ന്യൂ അതിൽ വാട്ട് എവർ ലിറ്റിൽ ഇസ് ദെയർ. മഹേഷ് എനിക്ക് ഫ്രീഡം തന്നു ആ ക്യാരക്ടറിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട്. സോ അതിൽ ഐ റിയലി എൻജോയ്ഡ്. നമുക്ക് പറഞ്ഞ പോലെ ഹീസ് വെരി ഷുവർ എന്താ വേണ്ടതെന്ന് മഹേഷിന് അറിയാം. അപ്പം നമുക്ക് അതങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഡയറക്ടറിന് എന്താ വേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിക്കും. But ഈ പറഞ്ഞ ഇറ്റ്സ് നോട്ട് എ ലിറ്റിൽ റോൾ, ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് റോൾ. ലിറ്റിൽ ബിഗ് റോൾ അതാന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ്. അതായത് മേ ബി ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഉള്ളത്, ഇതിൻ്റെ ട്രിഗർ, സിനിമയുടെ കഥയുടെ ട്രിഗർ ഈസ് ഇൻ ഹാൻഡ്സ്. നിങ്ങൾ വലിച്ചു വിടുന്ന ട്രിഗറിലാണ് സിനിമ. Fuse of the nuclear bomb. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളല്ലേ. സോ സച്ച് ഇമ്പോർട്ടൻ്റ് റോൾ. ആൻഡ് ഷീ ഈസ് ബീങ് മെൻഷൻഡ് സോ മെനി ടൈംസ്. ഞാനൊരു ലോങ് സോളിലോക്കി തന്നെ പോകുന്നു. അതൊന്നും കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ അല്ലെ, ഒരു ഫാക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. ഒരു ഡയലോഗ് ഞാൻ പറയാം, എന്താണെന്നൊന്നും പറയില്ല, അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കാവലുണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആരാണ് അവർ? എന്താ ഒരു എക്സൈറ്റ്മെന്റ് കാണാം അല്ലേ, 1-ാം തീയതി കാണാം. അതെങ്ങനെ ഇപ്പൊ പറയാൻ പോയി? ഇപ്പൊ ആൾക്കാർ വിചാരിക്കൂലേ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ? പറഞ്ഞതാ. ഞാൻ പോടും. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, സിനിമ ആൾക്കാർ വരണ്ടേ, ഇങ്ങനെ അത് കൊടുത്തല്ലേ നിർത്താൻ പറ്റുള്ളൂ. എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ നമുക്കിൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അവരോട് ചോദിക്കും. അവരോട് എന്ത് ചോദിക്കാനാ, അവർക്ക് എല്ലാം അറിയുന്ന ഒരു ജനറേഷൻ അല്ലേ. നമുക്ക് ഐ മീൻ ആസ് എൻ ആക്ടർ, ബിക്കോസ് നമ്മളെല്ലാവരും എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറേ വർഷങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, ഐ ഫീൽ ദറ്റ് നിങ്ങൾ തന്നെ യു ആർ ഡിസ്കവറിങ് യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് റോൾസ്. ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യുവേഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, അധികം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു പടം കൂടെ വരണം. അപ്പോൾ പല പ്രൊഡ്യൂസർമാരും നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ മൃഗയ പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് കുറേയേറെ അങ്ങനെ വന്നതൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ ഓഡിയൻസ് കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡോ അല്ലെങ്കിൽ ഡെവലപ്ഡോ എക്സ്പെരിമെൻറ്റ്സ് ഇവോൾവ് ആയിട്ടുണ്ട് അവർ കുറച്ചുകൂടെ സിനിമയെ പറ്റി. അപ്പം നമുക്ക് എന്ത് കൊടുത്താലും വേറെ ഓക്കെ, ഇഫ് ഇറ്റ്സ് ഗുഡ്. ആ ഒരു ധൈര്യമാണ്. പിന്നെ പ്രൊഡക്ഷൻ മിക്കവാറും ഞാൻ തന്നെയായി. ശരിക്കും ഇങ്ങനൊരു സെറ്റിൽ അഭിനയിക്കുമ്പോഴേ ഈ ആക്ടർ എന്നുള്ളൊരു സംഭവമായിരിക്കുമോ ഡൊമിനേറ്റ് ചെയ്യുക, അതോ ഒരു ഫാൻ ഗേൾ എന്നുള്ളൊരു സംഭവമായിരിക്കുമോ ഡൊമിനേറ്റ് ചെയ്യുക കൂടുതലും? എന്തൊക്കെ ടേക്ക് അവേസ് ആയിരിക്കും? അല്ല, കൂടെ അഭിനയിച്ചാൽ ഞാൻ അപ്പം പ്രശ്നമൊന്നുമില്ല, ഭാരമൊന്നുമില്ല. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഫാൻ ഗേൾ നമ്മൾ ഫ്രെയിമിലില്ലാത്ത സമയത്ത് ഫാൻ ഗേൾ ആണ്, ഫ്രെയിമിലുള്ളപ്പോൾ ആക്ടറാണ്. ആൻഡ് അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഐ ഫീൽ വെരി വെരി
ഹാപ്പി. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന പല പല മൂമെന്റ്സും പേട്രിയറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ലൈഫ് ഫുൾ സർക്കിൾ മൂവ്മെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ സിനിമയിലേക്ക് കയറി വരുന്ന സമയത്ത് ഓഡിഷനൊക്കെ കൊടുക്കുന്ന ഒരു പെർഫോമൻസ് വീഡിയോ മതിലുകൾ എന്ന സിനിമയിലായിരുന്നു. അപ്പോൾ ആ സീൻ എടുത്ത് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇത് ഒരു 7-8 വർഷം മുമ്പായിരുന്നു. ആൻഡ് ആ സീൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓഫ് കോഴ്സ് മമ്മൂക്കയോട് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് സംഭവിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഇറ്റ്സ് എ ഹ്യൂജ് ഡ്രീം കം ട്രൂ ഫോർ മീ. സോ ദാറ്റ് വേ ഇറ്റ്സ് ബിൻ എ ഫുൾ സർക്കിൾ മൂവ്മെന്റ് ഫോർ മീ ഓൾസോ. ഹാപ്പിയാണ്. സിനിമ എല്ലാവരും ഇതുവരെ പറഞ്ഞല്ലോ കേട്ടോ, ഇത് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ജനറേഷനിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ അവർക്ക് ഈവൻ ഇഫ് ദർ ഇസ് എൻ അഡ്മിറേഷൻ, അതൊക്കെ വിട്ട് തള്ളിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കഴിവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. യുനോ ദേ സോ സിമ്പിൾ ആൻഡ് നൈസ്. അന്നത്തെ കാലത്ത് നമ്മൾ യെസ് മാം യെസ് സർ എന്നൊക്കെ അതൊന്നുമില്ല. യുനോ അവരുടെ സ്പേസിൽ അവർ നിൽക്കുക, നമ്മുടെ സ്പേസിൽ നമ്മൾ നിൽക്കുക. ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്. അതാണ് പ്രൊഫഷണലിസം. ആ ഒരു പ്രൊഫഷണലിസം എവിടെയോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് നമ്മളൊക്കെ വന്ന കാലത്ത് നമ്മൾ സിനിമയിലാണ് ആദ്യം അഭിനയിക്കുന്നത്. ഇവർ എല്ലാ മീഡിയവും കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അവരൊരു സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ സാധനം ഇല്ല. ദേ ആർ യൂസ് ടു ദ മീഡിയ. Absolutely. ഇല്ലേ നമ്മൾ അവരോട് അങ്ങനെയല്ലേ പെരുമാറും. അതെ. You're so correct. You're so correct. നമ്മൾ അവരെ നല്ലോണം ട്രീറ്റ് ചെയ്യില്ലേ, അവർക്ക് ഒരു പേടി ഉണ്ടാക്കൂല്ലോ നമ്മൾ. ഇല്ല. കാരണം ടേക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. എന്തിന് അങ്ങനെ ട്രീറ്റ് ചെയ്തില്ലേ? അതാണോ? അതുകൊണ്ടാണോ? അതൊന്നും കാര്യം നടത്തി വീട്ടിൽ പോകും. അതാ ഞാൻ പറഞ്ഞു. അങ്ങനൊരു സാധനം ഉണ്ടാവണ്ടേ. ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള പല സിനിമകളും വളരെ ചെറിയ ബഡ്ജറ്റിൽ അത്രയും ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിലും ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. ഇപ്പം പ്രൊഡക്ഷൻ ഡിസൈനിലെ ഷായ്ചേട്ടനുണ്ട്, ജിമിൻ ചേട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിനാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു സിനിമയിൽ ടെക്നീഷ്യൻസ്മാരെ പറ്റി ഒന്ന് പറയൂ. ക്യാമറാമാനെ പറ്റി പറയാം. മനുഷ് നന്ദൻ ഹാസ് ഡൺ ഈ പടത്തിൽ എക്സ്ട്രോർഡിനറി വർക്കാണ്. പക്ഷേ ഈ എക്സ്ട്രോർഡിനറി വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻമാർക്ക് വളരെയധികം ഈഗോവും ആങ്കറും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഐ മീൻ ദർ ക്യാൻ ബി ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും സെറ്റിൽ. ഇവർ രണ്ടുപേരും ഈ മഹേഷും ഇയാളും മച്ചാനെ എന്ന് പറഞ്ഞാൽ മച്ചാനെ ദേ ബോത്ത് ആർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ദേ ആർ ബെസ്റ്റ് ബഡീസ്. ദേ ഓൾവേസ് ഈറ്റ് ലഞ്ച് കൂടെയാണ് കഴിക്കുന്നത്. വെൻ യു കം ബാക്ക് ടു ദ ഹോട്ടൽ they don't want to eat with you, they want to eat with them. So the buddies ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത് വളരെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സോ ഐ സജസ്റ്റ് എല്ലാ ലിസ്റ്റിൻ്റെ കൂടെ മനുഷ് നന്ദനെയും ചേർക്കണം. വാച്ച് ഹിസ് ക്യാമറ വർക്ക്, ഇറ്റ്സ് എക്സ്ട്രോർഡിനറി. ഈ നമ്മൾ ഈ സിനിമയുടെ ഈ വിഷ്വൽ എന്ന് പറയുന്നത്, നമ്മുടെ സിനിമ കാണുന്നത് ആദ്യം കാണുന്നത് ക്യാമറമാനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. നമുക്കൊട്ടും ബുദ്ധിമുട്ടില്ലാതെ, ഐ മീൻ അൺകംഫർട്ടബിൾ എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ അഭിനയിക്കുന്നത് കൊണ്ടോ നമ്മൾ അഭിനയം തെറ്റിയത് കൊണ്ടോ ഒന്നും പുള്ളിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി ക്യാമറ പുള്ളിയുടെ 2 കൈകളിൽ 3ാമത്തെ കൈയാണ്. ദാറ്റ്സ് വെരി അത്ര ഈസിയാണ് പുള്ളി ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സാധനം വെച്ചിട്ട് ഈ കയ്യിൽ ക്യാമറ വെച്ച് എത്ര നേരം നിൽക്കുന്നറിയും. നമ്മൾ 1 ടേക്ക് 2 ടേക്ക് 3 ടേക്കൊക്കെ പോകും. പിന്നെ ഇല്ലെങ്കിൽ പുള്ളി 4 ടേക്ക് നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് മുഴുവൻ ഈ പുള്ളി പിടിച്ചിട്ടാണ്. അത്ര ഈ ക്യാമറ മൂവ്മെൻറ്റ് നമുക്കൊരിക്കലും ഡിസ്റ്റർബിങ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ ഫീൽ ചെയ്യല്ലേ. നമ്മുടെ ഇത് സിനിമയാണ് കാണുന്നത് തോന്നുന്നില്ല. അത്രത്തോളം സ്മൂത്ത് ആൻഡ് വളരെ വളരെ ബ്യൂട്ടിഫുൾ, ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് ഉണ്ട്. സ്കെയിലും ഉണ്ട്, പിന്നെ ഈ കോൺട്രാസ്റ്റും ഉണ്ട്, ഇമോഷൻ ഉണ്ട് ഫോട്ടോഗ്രാഫിയിൽ. ഇറ്റ്സ് ഓൾ എല്ലാം കൂടി ചേർന്ന് തന്നിട്ട്. ആൻഡ് ദ ലുക്ക് ഇസ് വെരി ലുക്ക് ആൻഡ് ഫീൽ. അതും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ സെറ്റിലുണ്ടെങ്കിൽ ഈസ് വൺ ഓഫ് ദ വളരെ ഏറ്റവും രസകരമായിട്ട് സംസാരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ് ക്യാമറ. പിന്നെ മ്യൂസിക് സുഷിൻ. മ്യൂസിക് പിന്നെ അവൻ ഇട്ടിട്ട് കാണണമെന്നുമോ. മ്യൂസിക് വെച്ച് നമുക്ക് മ്യൂസിക്കിനെ പറ്റി ഒന്നും ബോധറിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇവൻ്റെ മ്യൂസിക് പ്രതീക്ഷിച്ചിട്ടൊന്നും അഭിനയിക്കാൻ ഒക്കത്തില്ല. എന്താണ് ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവൻ വന്നതിന് ശേഷം പറയാം. ഇവിടെ ആരെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഫുൾ പടം ആരും കണ്ടവരില്ല. ഇന്നലെ വർമ്മ കണ്ടെന്ന് ടി വി വർമ്മ കണ്ടെന്ന് മറ്റേ ചാനൽ പ്രകാശ് വർമ്മ കണ്ടെന്ന് ചാനലിൽ പറയണ്ടായിരുന്നു. അതപ്പോൾ തന്നെ പൊളിയും ചെയ്തു. അപ്പോൾ സിനിമ
ഒരുപാട് കലാകാരന്മാരുണ്ട്. ഈവൻ മേക്കപ്പ് മാൻ തൊട്ട് എഡിറ്റർ തൊട്ട് മ്യൂസിക് ഡയറക്ടർ തൊട്ട് ആർട്ട് ഡയറക്ടർ തൊട്ട് പ്രൊഡക്ഷൻ ഡിസൈനർ, പ്രൊഡക്ഷൻ എല്ലാ A to Z എല്ലാ ചെറിയ ജോലി ചെയ്യുന്നവരും വലിയ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഒരു സിനിമ പുറത്തിറക്കാൻ പറ്റുള്ളൂ. ഈ സിനിമയിൽ അത് ഒരു 120 ദിവസത്തോളം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും തോളോട് ചേർന്ന് ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആരും മുഷിയാതെ ഈ സിനിമ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനെ ഈ പ്രൊഡ്യൂസേഴ്സ് അതിനുള്ള സൗകര്യം ഒരുക്കിയ പ്രൊഡക്ഷൻ ആൻഡ് ജോസ്മാൻ പാർട്ടി അവരോടും മറ്റു നമ്മുടെ വളരെ സൗകര്യമായി സിനിമയിൽ അഭിനയിച്ച് ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ കൂടി പടം എടുത്ത് വെക്കുക. ഒരു ബുക്ക് വരുന്നുണ്ട് ഡയറക്ടറോടും ആന്റോ ജോഷി സാർ എഴുതാൻ പോയത്, ദ മേക്കിംഗ് ഓഫ്. അത്രയും കഥകളുണ്ട് ഇത്, അത്രയും പ്രശ്നങ്ങൾ. ഈ എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ശാന്തമായ ഇതാണ്. അപൂർവമായിട്ട് ആൻഡോയ്ക്ക് ടെൻഷനാകാറ്. അത് ഭയങ്കര രസകരമായൊരു സംഭവം നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഷൂട്ടിംഗ് ആദ്യം തുടങ്ങുന്നത് ശ്രീലങ്കയിലാണ്. അപ്പോൾ ലാൽ നേരത്തെ എത്തി. അപ്പോൾ ആൻഡോ അവിടെയുണ്ട്. ആൻഡോ അവിടെ ഇരുന്നു, ലാലിനെ വിട്ടു. ഞാൻ ഇന്ന് എൻ്റെ അവിടെ വരുന്നത് ആരടി പെരുമ്പോഴാണ്. സാറേ ഞാനുണ്ട്. അപ്പോൾ അത്രത്തോളം കോപ്പറേഷൻ ഈ സിനിമയ്ക്ക് എല്ലാവരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. പിന്നെ ഈ പ്രൊഡക്ഷൻ വേറെ ആൾക്കാരുണ്ട്. ആൻഡോൻ്റെ സഹായ പ്രൊഡ്യൂസേഴ്സുണ്ട്. അവരുമൊക്കെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സിനിമ നമ്മളിപ്പോൾ മെയ് 1-ാം തീയതി തൊഴിലാളി ദിനത്തിൽ ഇറങ്ങുകയാണല്ലേ? സാർ ഒരു ചോദ്യമുണ്ട്. 1-ാം തീയതി മെയ്. അതായത് ഇപ്പോൾ ഞങ്ങൾ ഈ 9 പേര് ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഇടയിൽ ഒരേ ജോലി ചെയ്യുന്ന ഒരേ കാര്യം ചെയ്യുന്ന ആളുകൾ തമ്മിൽ അറിയാതെയെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് ഞങ്ങൾ ഇത്രയും ആളുകൾ തമ്മിൽ. അതിപ്പോൾ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്ക് ഒരാളെ അറിയാലോ, ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ആൾ വരും. അങ്ങനെ ഒരാളെ വിളിക്കുകയാണ്. അത് സഹോദരനായ ശ്രീ മോഹൻലാലിനെയാണ്. ഈ ഒരേ രീതിയിൽ ജോലി ചെയ്ത രണ്ടാളുകൾ തമ്മിൽ ഒരു തരിമ്പ് പോലും മത്സരമില്ലാതെ, ഇപ്പോൾ ലാലേട്ടനോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നു മമ്മൂട്ടിക്കായിട്ട് ഒരിക്കലും മത്സരമില്ല, സ്നേഹം മാത്രം. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വർഷക്കാലം നടത്തുന്നത്? മത്സരിക്കേണ്ടാത്തതിൻ്റെ ഒരു കാര്യം അറിയൂ. ഞങ്ങൾ രണ്ടുപേരും ഒരു പടത്തിൽ ഒരു റോളല്ല അഭിനയിക്കുന്നത്, വേറെ വേറെ റോളാണ്. പുള്ളിയുടെ റോള് പുള്ളി അഭിനയിച്ചോളൂ, ഞാൻ അത്ര വെച്ചോളൂ. പിന്നെ ഇതിനാ മത്സരം. നമുക്ക് ചാക്കോച്ചനോട് നേരത്തെ ഒരു എക്സൈറ്റ്മെന്റിന്റെ കാര്യം നമ്മൾ ചോദിച്ചല്ലോ. ചാക്കോച്ചനുള്ള എക്സൈറ്റ്മെന്റ്, അതായത് വിത്ത് മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ വീണ്ടും അഭിനയിക്കുന്നതിന്റെ. അതുപോലെ മമ്മൂക്കയ്ക്കും ഉണ്ടല്ലോ, അതായത് പടയോട്ടത്തില് ഉദയയുടെ ബാനറിൽ നിങ്ങൾ രണ്ടാളും ചെയ്തതാണ്, ഹരികൃഷ്ണൻസില് ഫാസിൽ സാറിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്തതാണ്. ഈ രണ്ട് ബ്രാൻഡിന്റെയും നെക്സ്റ്റ് ജനറേഷന്റെ കൂടെ വീണ്ടും യു ഗൈസ് ടുഗദർ. നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ആ ബ്രാൻഡുകളുടെ മക്കള് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതിൻ്റെയും ചാക്കോച്ചൻ്റെ മക്കളുടെ കൂടെ അഭിനയിക്കാം. ഐസ് ഒന്ന് വളർന്നു വന്നോട്ടെ. ഞാനിതുവരെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പകരം വെക്കാനുള്ള കാര്യം എൻ്റെ. മമ്മൂക്ക ഈ ഇടയ്ക്ക് ഇപ്പം ഒരു വാമ്പറായിട്ട് അഭിനയിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മമ്മൂക്കയ്ക്ക് ഇനിയും ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള എന്തെങ്കിലും? ഞാനിതുവരെ ഒന്നും ആയിട്ടില്ല. ഇതിലേക്ക് ആകണ്ടേ? നിങ്ങൾ അതിന് നിരുത്സാഹപ്പെടുത്തട്ടെ, അതിന് രക്ഷപ്പെടട്ടെ. മമ്മൂക്ക വെച്ച് ഒരു പടം ചെയ്യേണ്ടതാണ്. അത് അതിന് മേക്കപ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ബെഞ്ചമിൻ ബട്ടൺ. അതിങ്ങനെ യങ്ങറായി വരുന്ന ഒരു ക്യാരക്ടർ. വളരെ ഈസിയായി മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന കേൾക്കണ ഡയറക്ടേഴ്സ് പ്ലീസ്. ഇവിടുത്തെ ഒറിജിനൽ ബെഞ്ചമിൻ ബട്ടൺ ആണ്. ഈ സിനിമയുടെ വിശേഷം നമുക്ക് കൂടുതൽ അറിയാൻ ഈ വരുന്ന മെയ് മാസം 1 നല്ല ദിവസം സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾ സിനിമ കാണണം. ഈ പറഞ്ഞ ഫാൻസ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചാക്കോച്ചൻ്റെയും എല്ലാവരുടെയും രേവതിയുടെയൊക്കെ ഫാൻസ്, എല്ലാവരും ഈ ഫാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും സിനിമയുടെ ഫാൻസാ. വേറെ ഒന്നിനും ഒരു ഈ സിനിമയുടെ ഫാൻസ് ആയിരിക്കും ഈ സിനിമ കാണാൻ വരുന്നത്. ഈ സിനിമയുണ്ടെങ്കിലേ ഉള്ളൂ ഈ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കാം. അപ്പോൾ ഒരു സിനിമയുടെ ഫാൻസാ. ഏതായാലും ഒരു സിനിമ കാണും. ഒരു ഇടയ്ക്കൊന്നൊരു രസത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നേ ഉള്ളൂ. അവർ വെട്ടിക്കുത്തൊന്നും ഉണ്ടാക്കുന്നില്ല. ഓൾ ഫാൻസ് ഈ സിനിമ ഫാൻ.